മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ CDSന്റെ അക്കൗണ്ടുകളിലേക്ക് ഈടാക്കുന്ന ബാങ്ക് ചാർജുകളും അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ബാങ്ക് ഇൻട്രസ്റ്റുകളും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് CDSലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുകൾക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ബാങ്ക് ചാർജുകളും ബാങ്ക് ഇൻട്രസ്റ്റും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, ലെഡ്ജർ എൻ്റർ ചെയ്യുക, ലെഡ്ജറിന് പേര് കൊടുക്കുക. ഇവിടെ ബാങ്ക് ചാർജ് ഓൺ ഫണ്ട് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഓൺ ഫണ്ടിന്റെ ബാങ്ക് ചാർജിന് വേണ്ടിയിട്ട് ഓൺ ഫണ്ട് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക. പിന്നെ കോസ്റ്റ് സെന്റർ ആപ്ലിക്കബിലിറ്റി വേണ്ട, പിന്നെ ആണ് സേവ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട് അക്കൗണ്ട്. അത് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാങ്ക് ചാർജ് ഓൺ CEF അക്കൗണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ CEF അക്കൗണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടുകൾക്ക് ബാങ്ക് ചാർജ്, ബാങ്ക് ഇൻട്രസ്റ്റ് എന്നുള്ള പ്രിഫിക്സ് കൊടുത്തുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് സെപ്പറേറ്റ് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് സമയത്ത് നമ്മുടെ പാസ്ബുക്കും ബാങ്ക് ചാർജുകളുമായിട്ട് ചെക്ക് ചെയ്യുന്നതിന്, ഓരോ അക്കൗണ്ടിന്റെയും ബാങ്ക് ചാർജുകളും ബാങ്ക് ഇൻട്രസ്റ്റും എളുപ്പത്തിൽ ചെക്ക് ചെയ്യുന്നതിനാണ് സെപ്പറേറ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. ഒരു ബാങ്ക് ചാർജ്, ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലെഡ്ജർ എഴുതുന്ന സമയത്ത് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും ബാങ്ക് ചാർജുകളും ബാങ്ക് ഇൻട്രസ്റ്റും രണ്ട് ലെഡ്ജറിലായിട്ട് നമ്മൾ എഴുതി തീർക്കേണ്ടി വരും. ഇത് ഓഡിറ്റ് സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ അക്കൗണ്ടിനും അതിൻ്റെതായിട്ടുള്ള ബാങ്ക് ചാർജുകളും ബാങ്ക് ഇൻട്രസ്റ്റും സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ എൻട്രി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബാങ്ക് ചാർജ് നമ്മൾ എൻട്രി ചെയ്യാണ്. റെസിപ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് B എന്ന് കൊടുക്കുക. ഓൺ ഫണ്ടിൽ നിന്നാണ് ബാങ്ക് ചാർജ് പോകുന്നതെങ്കിൽ ഓൺ ഫണ്ട് ടു ബാങ്ക് ചാർജ് ഓൺ ഫണ്ട് അക്കൗണ്ട്. ഒരു 59 രൂപ ചാർജ് ചെയ്യാണ്. അത് ചിലവായിട്ട് കൊടുക്കുക. ഇനി ഓൺ ഫണ്ടിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ റെസിപ്റ്റ് നമ്പർ ഓൺ ഫണ്ട് അക്കൗണ്ട് അറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട്. പിന്നെ നമുക്ക് CEFന്റെ അക്കൗണ്ടിലേക്ക് ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് വരുന്നു. CEF അക്കൗണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ്
സീരിയസിന്റെ CF അക്കൗണ്ട് ടു ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ CF അക്കൗണ്ട് 1500 രൂപ സേവ് ചെയ്യാണ്. ഇതിന്റെ ഒരു ബാങ്ക് ചാർജ് പേയ്മെന്റിൽ എന്ത് ചെയ്യണം? CF അക്കൗണ്ട് ലെറ്റർ ബാങ്ക് ചാർജ് സേവ് ചെയ്യാണ്. നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇൻഡയറക്റ്റ് ഇൻകത്തിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഓൺ ഫണ്ട് വന്നിട്ടുണ്ട്, ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ CF വന്നിട്ടുണ്ട്. കൂടാതെ എക്സ്പെൻഡിച്ചറിനകത്ത് ബാങ്ക് ചാർജ് ഓൺ CF അക്കൗണ്ടും ബാങ്ക് ചാർജ് ഓൺ ഓൺ ഫണ്ടും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാങ്ക് ചാർജും ബാങ്ക് ഇൻട്രസ്റ്റും ടാലിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇനി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഹെഡ് ക്രിയേഷൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അത് പരിചയപ്പെടാം. ഓക്കെ.